വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ PA ആയിരുന്ന എ. സുരേഷ് പങ്കെടുക്കും. കോൺഗ്രസിൽ ചേരില്ലെന്ന് ആവർത്തിച്ച സുരേഷ് UDF സ്വതന്ത്രനാകാൻ പ്രയാസമില്ലെന്ന നിലപാടിലാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്ന് സുരേഷും സതീശനും പ്രതികരിച്ചു. എന്നാൽ വി.എസിന്റെ മകൻ V.A. അരുൺകുമാർ LDF സ്ഥാനാർത്ഥിയായാൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും എ. സുരേഷ് പറഞ്ഞു. വി.എസിന്റെ വിശ്വസ്തനായിരുന്ന എ. സുരേഷ് മലമ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന സൂചനകൾ. ഇക്കാര്യത്തെക്കുറിച്ച് സുരേഷും തന്റെ നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസിൽ ചേരുകയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയോ ചെയ്യില്ല, പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് താനുമായി സംസാരിച്ചവരോട് അറിയിച്ചു എന്നാണ് സുരേഷ് പറഞ്ഞത്. സുരേഷിന്റെ വാക്കുകളിൽ മത്സരത്തിന് താൻ സന്നദ്ധനാണെന്ന് വ്യക്തമാണ്. പക്ഷേ അതൊരു പോരാട്ടമാണ്. ജയം തോൽവി ഒരു വിഷയമല്ല. ഈ പോരാട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുക എന്നുള്ളത് വേറെ സ്പേസ് എനിക്കില്ല. തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. സ്വാഭാവികമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. തർക്കമില്ല. നാളെ നമ്മൾ കാണുമല്ലോ. പാലക്കാട് വെച്ച ജാതിയിൽ വി.ഡി. സതീശൻ നയിക്കുന്ന ജാതിയിൽ അത്ര UDFന്റെ ആശയങ്ങളോട് ഒത്തുപോകാൻ പറ്റുമോ? അല്ല, ഞാൻ എൻ്റെ സ്വന്തം നിലപാട് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. കാരണം ഇടതുപക്ഷ മനസ്സ് കേരളത്തിലുണ്ടാവണം. ഇടതുപക്ഷം ശോഷിക്കാൻ പാടില്ല, ഇടതുപക്ഷത്തിന് മൂല്യച്യുതി സംഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതേസമയം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അത് എപ്പോൾ പ്രഖ്യാപിക്കും എന്നതാണ് അറിയേണ്ടത്. വി.ഡി. സതീശന്റെ യാത്ര പാലക്കാടെത്തുമ്പോൾ ആ യാത്രയിൽ സുരേഷ് പങ്കെടുക്കുന്നുണ്ട്. ആ യാത്രയുടെ വേദിയിൽ വെച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് വി.ഡി. സതീശന്റെ പ്രതികരണം, സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാൻ താൻ ആളല്ല, പക്ഷേ സുരേഷുമായി സംസാരിച്ചിട്ടുണ്ട്. വൈകുന്നേരം യാത്ര പാലക്കാടെത്തുമ്പോൾ സുരേഷ് അതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. അല്ല, അതല്ല നമ്മൾ പിന്നീട് നമ്മൾ പാർട്ടി യോഗം കൂടി UDF കൂടി ആലോചിച്ച് പാർട്ടി കൂടി തീരുമാനിച്ചു. അതിനെക്കുറിച്ചുള്ള ചർച്ച ഞാനതിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളല്ല മറുപടി പറയുന്നത്. സമയമാകുന്നല്ലോ. പാർട്ടി സ്ഥാനം എൻ്റെ പോലും കാര്യം തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് നിലവിൽ 3ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നേട്ടമുണ്ടാക്കിയാലും അത് ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശന്റെ യാത്രയിൽ എ. സുരേഷ് പങ്കെടുക്കുമ്പോൾ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരുമെന്ന സൂചനകൾ തെളിയുന്നത്. ഒപ്പം തന്നെ മലമ്പുഴയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എ. സുരേഷിലൂടെ കൂടുതൽ വോട്ട് നേടിയെടുക്കാമെന്നൊരു കണക്കൂട്ടലാണുള്ളത്. വി.എസിന്റെ വിശ്വസ്തനായിരുന്ന മലമ്പുഴയിലെ MLA ആയിരുന്നു വി.എസ്. അതുകൊണ്ട് തന്നെ വി.എസിന്റെ വിശ്വസ്തനായ സുരേഷിന് ഇടതുപക്ഷത്ത് നല്ല ബന്ധങ്ങളുണ്ടെന്നും അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ സുരേഷിനെ കൊണ്ട് സാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അവിടെ ഒരു മെച്ചമുണ്ടാക്കാൻ, തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. എന്നാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. യാത്രയുടെ ഭാഗമാകുന്നതോടെ സുരേഷ് ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരിക്കുമെന്ന സൂചനകൾ അത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.